ദില്ലിയിലും ഓപ്പറേഷൻ താമരയ്ക്ക് ബി.ജെ.പി. നീക്കമെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ 7 എം.എൽ.എമാരെ ബി.ജെ.പി. സമീപിച്ചു. 25 കോടി രൂപ എം.എൽ.എമാർക്ക് വാഗ്ദാനം ചെയ്തു. ജനാധിപത്യ സർക്കാരിനെ താഴെയിറക്കാൻ ബി.ജെ.പി. ശ്രമം തുടരുകയാണെന്നും അരവിന്ദ് കെജ്രിവാൾ കുറ്റപ്പെടുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ദില്ലി സർക്കാരിനെ അട്ടിമറിക്കാനാണ് ബി.ജെ.പി. നീക്കം എന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ഓപ്പറേഷൻ താമരയുടെ ഭാഗമായി 7 എം.എൽ.എമാരെ ബി.ജെ.പി. സമീപിച്ചു. ഫോൺ സംഭാഷണം തെളിവായി ഉണ്ട് എന്ന് ദില്ലി മുഖ്യമന്ത്രി. ദില്ലി മദ്യനയ അഴിമതിയിൽ ഉടൻ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യും. പിന്നാലെ സർക്കാരിനെ അട്ടിമറിക്കും. ഇതിനോടകം 21 ആം ആദ്മി എം.എൽ.എമാർ ബി.ജെ.പിയുമായി ധാരണയിൽ എത്തി എന്നാണ് ഫോണിൽ വിളിച്ചവർ സംസാരിച്ചത് എന്നും കേജ്രിവാൾ വ്യക്തമാക്കി. ബി.ജെ.പിക്ക് ഒപ്പം പോകാൻ 25 കോടി വാഗ്ദാനം ചെയ്തു എന്നും കേജ്രിവാൾ ആരോപിച്ചു. അതേസമയം ഒരു എം.എൽ.എ പോലും ബി.ജെ.പിക്കൊപ്പം പോയിട്ടില്ല എന്നും ദില്ലി മുഖ്യമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. തനിക്ക് എതിരായ മദ്യനയ കേസ് അഴിമതിയുടെ ഭാഗമല്ല, സർക്കാരിനെ അട്ടിമറിച്ചിടാൻ വേണ്ടിയാണെന്നും കേജ്രിവാൾ വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പിൽ വിജയിക്കാത്ത സംസ്ഥാനങ്ങളിൽ ബി.ജെ.പി. അധികാരം പിടിക്കാൻ ഓപ്പറേഷൻ ലോട്ടസ് തുടരുന്നു എന്ന് എ.പി. മന്ത്രി അതിഷി മർലേന ആരോപിച്ചു. दिल्ली में भारतीय जनता पार्टी ने ऑपरेशन लोटस 2.0 की शुरुआत करी है. മുൻപും ദില്ലി സർക്കാരിനെ അട്ടിമറിക്കാൻ ബി.ജെ.പി. ഓപ്പറേഷൻ താമരയ്ക്ക് ശ്രമിക്കുന്നു എന്ന് ആം ആദ്മി ആരോപിച്ചിരുന്നു. റിപ്പോർട്ടർ, ദില്ലി.